ലോകവ്യാപകമായി മരണം വിതയ്ക്കുന്ന എയ്ഡ്സ് രോഗം കണ്ടുപിടിച്ചതിൻ്റെ രജത ജൂബിലിയാണ് ഈ വർഷം. 15 വർഷങ്ങൾക്ക് മുമ്പ് 1981 ജൂണിലാണ് അമേരിക്കയിലെ സെൻറ്റർ ഫോർ ഡിസീസ് കൺട്രോൾ സാൻ ഫ്രാൻസിസ്കോയിലെ സ്വവർഗരതികളിൽ ഏർപ്പെടാറുണ്ടായിരുന്ന 5 പേരിൽ ഈ രോഗം ആദ്യമായി റിപ്പോർട്ട് ചെയ്യുന്നത്. അന്ന് ഇതിനെ ഗ്രിഡ് അഥവാ ഗേ റിലേറ്റഡ് ഇമ്മ്യൂൺ ഡെഫിഷ്യൻസി ഡിസീസ് എന്നാണ് വിളിച്ചത്. 1983 പാരീസിലെ പാസ്റ്റർ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഡോക്ടർ ലൂക്ക് മൊണ്ടാങ്കിയർ ആണ് ആദ്യമായി എയ്ഡ് വൈറസ് ഐസൊലേറ്റ് ചെയ്യുന്നത്. എങ്കിലും 1984 ഞാൻ അമേരിക്കയിലെ ഒരു സ്പെഷ്യാലിറ്റി ബോർഡ് റിവ്യൂ റീസർട്ടിഫിക്കേഷൻ പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ അന്നുണ്ടായിരുന്ന 800 ചോദ്യങ്ങളിൽ ഒരു ചോദ്യം മാത്രമേ എയ്ഡ്സിനെ പറ്റി ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് മെഡിസിൻ്റെ ഏത് പരീക്ഷയ്ക്ക് പോയാലും എയ്ഡ്സ് സംബന്ധമായ ചോദ്യങ്ങളുടെ ഒരു പ്രവാഹമായിരിക്കും. 1985 എയ്ഡ്സിന് ഉള്ള ആദ്യത്തെ ലാബറട്ടറി ടെസ്റ്റ് FDA അപ്രൂവ് ചെയ്യുന്നത്. ഞാൻ ആദ്യമായി ഒരു രോഗിയിൽ എയ്ഡ്സ് ഡയഗ്നോസ് ചെയ്യുന്നത് 1987 അതിനു മുമ്പ് ഞാൻ എയ്ഡ്സ് രോഗികളെ കണ്ടിരുന്നില്ല എന്നതിനർത്ഥമില്ല. വൈദ്യശാസ്ത്രത്തിൽ ആദ്യമേ തന്നെ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്ന ഒരു തത്വമുണ്ട്. ഇൻ മെഡിസിൻ അൺലെസ് യു നോ അബൌട്ട് എ ഡിസീസ് ആൻഡ് ലുക്ക് ഫോർ ഇറ്റ് യു ആർ നെവർ ഗോയിങ് ടു ഫൈൻഡ് ഇറ്റ്. 1987 മുമ്പ് എൻ്റെ രോഗികളിൽ എയ്ഡ്സിന് വേണ്ടി ഞാൻ നോക്കിയിരുന്നില്ല എന്നതാവാം കൂടുതൽ ശരി. എന്നാൽ ഇന്ന് ലോകത്ത് എമ്പാടുമുള്ള ഡോക്ടർമാർ 65 മില്യൺ രോഗികളിൽ എയ്ഡ്സ് ഡയഗ്നോസ് ചെയ്യുന്നുണ്ട്. അതിൽ 25 മില്യൺ ആൾക്കാർ ഈ രോഗം മൂലം മരിക്കുകയും ചെയ്തിട്ടുണ്ട്. 14-ാം നൂറ്റാണ്ടിൽ യൂറോപ്പിൽ അന്ന് ജീവിച്ചിരുന്നവരിൽ 1/3 ആൾക്കാരുടെ മരണത്തിനിടയാക്കിയ ബ്ലാക്ക് ഡെത്ത് എന്ന പേരിൽ അറിയപ്പെടുന്ന പ്ലേഗ്, അന്ന് ആ പ്ലേഗ് മൂലം മരിച്ചവരുടെ സംഖ്യയെക്കാളും എയ്ഡ്സ് മൂലം മരിക്കുന്നവരുടെ സംഖ്യ വലുതായിരിക്കുന്നു. 1987 എയ്ഡ്സിനുള്ള ആദ്യ മരുന്ന് AZT ഇറങ്ങുന്നത്. അതിനുശേഷവും പല മരുന്നുകളും പുറത്തു വന്നെങ്കിലും ലോകത്ത് ഇന്നുള്ള എയ്ഡ്സ് രോഗികളിൽ 5-ൽ ഒരാൾക്ക് മാത്രമേ എന്തെങ്കിലും ചികിത്സയോ മരുന്നോ ലഭിക്കുന്നുള്ളൂ. എയ്ഡ്സ് പൂർണ്ണമായി ഭേദമാക്കുവാൻ സാധിക്കുന്ന ഒരു മരുന്നല്ല, ഒരു രോഗമല്ല. അതിന് മരുന്ന് ഇതുവരെയും കണ്ടുപിടിച്ചിട്ടുമില്ല. എന്നാൽ ഇന്നുള്ള മരുന്നുകൾ കൊണ്ട് രോഗികൾ കൂടുതൽ നാൾ ജീവിക്കുന്നു. ദ ലൈഫ് ഈസ് എക്സ്റ്റെൻഡഡ്. അതുകൊണ്ട് അവരിൽ നിന്ന് രോഗം പകരാനുള്ള സാധ്യതയും വർദ്ധിക്കുന്നു. മാത്രവുമല്ല, ഇന്ന് ഉപയോഗിക്കുന്ന മിക്ക മരുന്നുകളോടും എയ്ഡ്സ് വൈറസ് വേഗത്തിൽ റെസിസ്റ്റൻ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. 75 വർഷങ്ങൾക്ക് മുമ്പ് ആഫ്രിക്കയിലെ സബ് സഹാറൻ ഏരിയയിൽ എവിടെയോ കുറേ മനുഷ്യരെ ചിമ്പൻസിയുടെ, അതായത് കാട്ടുകുരങ്ങിൻ്റെ മാംസം ഭക്ഷിച്ചപ്പോൾ ഒരു പുതിയ വൈറസ് മനുഷ്യനിലേക്ക് കടന്നുകൂടി. കാലാന്തരത്തിൽ ഈ വൈറസ് മ്യൂട്ടേറ്റ് ചെയ്ത് രൂപാന്തരം പ്രാപിച്ചതാണ് എയ്ഡ്സ് വൈറസ് എന്ന് ഒരു നല്ല പങ്ക് ശാസ്ത്രജ്ഞന്മാർ ഇന്ന് വിശ്വസിക്കുന്നുണ്ട്. അതെന്തുമാകട്ടെ, ഈ രോഗം പകരണമെങ്കിൽ 2 സംഗതികളുണ്ടായിരിക്കണം. ഒന്ന്, എയ്ഡ്സ് വൈറസിൻ്റെ സാന്നിധ്യം. 2, മനുഷ്യരിലെ അനാശാസ്യമായ ചില റിസ്കി ബിഹേവിയേഴ്സ്. അനിയന്ത്രിതമായി അനേകരുമായിട്ടുള്ള ലൈംഗിക വീഴ്ചയും IV ഡ്രഗ് അബ്യൂസുമാണ് ഈ റിസ്കുകളിൽ പ്രധാനപ്പെട്ട 2. 14-ാം നൂറ്റാണ്ടിലെ ഭീകരമായ പ്ലേഗ് പകർന്നത് വായുവിൽ കൂടിയും വെള്ളത്തിൽ കൂടിയും ഭക്ഷണത്തിൽ കൂടിയുമായിരുന്നു. അതുകൊണ്ട് ഭക്ഷണം കഴിക്കുകയോ വെള്ളം കുടിക്കുകയോ ശ്വാസം വിടുകയോ ചെയ്യുന്ന ആർക്കും അന്ന് ആ രോഗം പകരുമായിരുന്നു. എന്നാൽ എയ്ഡ്സ് രോഗം പകരുന്നതിന് പലപ്പോഴും ബോധപൂർവം നാം റിസ്കി ബിഹേവിയേഴ്സിൽ ഏർപ്പെടണം. 2006 മനുഷ്യർ റിസ്കി ബിഹേവിയേഴ്സ് നിയന്ത്രിക്കുവാനുള്ള ധാർമ്മികമായ ശക്തി ലഭിച്ചിട്ടില്ല എന്നതുകൊണ്ടാവണം
ഇന്ന് ലോകത്തിൽ 15-നും 59-നും ഇടയിൽ പ്രായമുള്ള മനുഷ്യരുടെ മരണത്തിൻ്റെ മുഖ്യ കാരണമായി മുകളിലത്തെ തട്ടിൽ എയ്ഡ്സ് രോഗമെത്തിയിരിക്കുന്നത്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ റിപ്പോർട്ടുകൾ വിശ്വസിക്കാമെങ്കിൽ ഇന്ന് ഇന്ത്യയിലും ഈ ഭീകര രോഗം അതിൻ്റെ വിഷമുള്ള പത്തി പൂർണ്ണമായി വിരിച്ച് ഉയർന്നു കഴിഞ്ഞിരിക്കുകയാണ്. ബോംബെയിലും UP-യിലും ബീഹാറിലുമാണ് ഈ രോഗം ഏറ്റവും കൂടുതലായി പകരുന്നതെന്ന് തോന്നുന്നു. നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിലും ഈ രോഗം വളരെ അപകടകരമായി വർദ്ധിച്ചിരുന്നു. എങ്കിലും കഴിഞ്ഞ 3 വർഷങ്ങൾക്കിടയിൽ രോഗനിയന്ത്രണത്തിന് അവിടെ പലതും ചെയ്യുവാൻ സാധിച്ചു എന്നാണ് WHO റിപ്പോർട്ടിൽ പറയുന്നത്. കേരളത്തിൽ എയ്ഡ്സിൻ്റെ ആഘാതം ഇതുവരെ താരതമ്യേന അത്ര കഠിനമായി ഏറ്റിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ താരതമ്യേന എന്ന പദത്തിന് അടിവര ഇട്ട് തന്നെ പറയണം. ഈ കാര്യത്തിൽ നീ അലംഭാവം എടുത്താൽ ഭാവി ചരിത്രം നമുക്കൊരിക്കലും മാപ്പ് നൽകുകയില്ല. സിഫിലിസ് എന്ന ഗുഹ്യരോഗം ആദ്യം പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഫ്രഞ്ചുകാർ അതിനെ ഇറ്റലിക്കാരുടെ രോഗമെന്ന് വിളിച്ചു, മറിച്ച് ഇറ്റലിക്കാർ അതിനെ ഫ്രഞ്ചുകാരുടെ രോഗമെന്നും വിളിച്ചു. സിഫിലിസ് 16-ാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസുകാർ, അതായത് പറങ്കികൾ കേരളത്തിൽ കൊണ്ടുവന്നപ്പോൾ നാം അതിനെ പറങ്കിപ്പുണ്ണെന്ന് വിളിച്ചു. രോഗം കപ്പൽ വഴിയാണ് എത്തിയെന്നതിനാൽ നമ്മുടെ പൂർവികരിൽ ചിലർ അതിനെ കപ്പലെന്ന് തന്നെയും വിളിച്ചു. എന്നാൽ എയ്ഡ്സിൻ്റെ കാര്യത്തിൽ വിദേശികളുടെ രോഗമെന്ന് കരുതി അലംഭാവം പ്രാപിക്കുവാൻ ഒരിക്കലും നമുക്ക് സാധ്യമല്ല. കേരളത്തിൽ എയ്ഡ്സ് പടരാതിരിക്കുവാൻ പല മുൻകരുതലുകളും നമ്മൾ എടുത്തേ തീരും. വേശ്യാവൃത്തിയെ, അതായത് പെൺവാണിഭവത്തെ സ്ത്രീപീഡനം എന്ന് വിളിക്കുന്നത് കേരളത്തിലൊരു പതിവാണ്. അത് പൂർണ്ണമായി ശരിയാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. വേശ്യാവൃത്തി ഇത് സ്ത്രീയുടെയും പുരുഷൻ്റെയും പീഡനമാണ്. അസാൻമാർഗികമായ ലൈംഗിക ബന്ധങ്ങളിലെ മാരകമായ അപകടങ്ങളെപ്പറ്റി ഏവരെയും, പ്രത്യേകിച്ച് ചെറുപ്പക്കാരെ, നമ്മൾ ബോധവാന്മാരാക്കിയേ തീരൂ. ഇല്ലിസിറ്റ് IV യൂസ്, മയക്കുമരുന്നുകളുടെ ഉപയോഗം, ഇതെല്ലാം കേരളത്തിലും വർദ്ധിച്ചു വരുന്നു എന്നാണ് കേൾക്കുന്നത്. സർവശക്തിയും സമാഹരിച്ച് ഇതിനെ നാം നേരിടണം. കേരളത്തെ പോലെയുള്ളൊരു സംസ്ഥാനത്ത് ചികിത്സയ്ക്കായി ശരിക്ക് സ്റ്റെറിലൈസ് ചെയ്യാത്ത ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നത് കൊണ്ട്, അല്ലെങ്കിൽ ഡിസ്പോസൽ സിറിഞ്ചുകളുടെ കുറവ് കൊണ്ട്, ഉപയോഗിച്ച ഡിസ്പോസൽ സിറിഞ്ചുകൾ തന്നെ ബ്ലാക്ക് മാർക്കറ്റിലൂടെ വീണ്ടും വിൽക്കപ്പെടുന്നത്, ട്രാൻസ്ഫ്യൂഷൻ ഉപയോഗിക്കുന്ന രക്തം വേണ്ട വിധം പരിശോധിക്കാത്തത്, ഇതെല്ലാം എയ്ഡ്സ് പകരുന്നതിന് കാരണമാകും. VS അച്യുതാനന്ദനെ പോലെ ആദർശധീരനായ ഒരു മുഖ്യമന്ത്രിയുടെ ഗവൺമെൻറ് പെൺവാണിഭത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന സെക്സ് റാക്കറ്റുകളെ ശക്തിയായി നേരിടുകയും ഡ്രഗ് മാഫിയകളെ അടിച്ചമർത്തുകയും സാമൂഹ്യ സുരക്ഷ ഉറപ്പുവരുത്താൻ ശ്രമിക്കുകയും ചെയ്യുമെങ്കിൽ പാർട്ടിയോ ജാതിയോ മതമോ പരിഗണന കൂടാതെ എല്ലാ കേരളീയരും അതിന് പിന്തുണ നൽകിയേ തീരൂ. കാരണം ഇത് നമ്മുടെ സമൂഹത്തിൻ്റെ തന്നെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. ഇത് ചിക്കാഗോയിൽ നിന്ന് ഡോക്ടർ റോയ് P. തോമസ്. വരുന്ന ആഴ്ചയും ഇതേ സമയം വീണ്ടും കാണാം.